ഇവൾ ഏത് നേരം നോക്കിയാലും ഫോണിലാണല്ലോ. ഇടയ്ക്കിടയ്ക്ക് വന്ന് സംസാരിക്കണം കാണാം. ആരുടെ അടുത്തായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക? ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരെ ഉമ്മാൻ്റെ അടുത്ത് പോയി പറയും. പിന്നെ ഉമ്മയും ഞാനും വഴക്കാവും. എന്നാലും എങ്ങനെയാണ് ചോദിക്കാണ്ടിരിക്കുക? എന്നാലും ചോദിക്കാം. നസിയേ, നീ ആരുടെ അടുത്ത് ഫോണിൽ ഇങ്ങനെ സംസാരിക്കുന്നത്? കുറെ ദിവസമായില്ലേ ഞാൻ നോക്കണ്. ഇതാത്ത ഉമ്മാൻ്റെ അടുത്ത് പറയണ്ട, എനിക്കൊരാളിനെ ഇഷ്ടമാണ്. പടച്ചോനെ, ഉമ്മ പറഞ്ഞ എന്താ ഉണ്ടാവുമെന്ന് അറിയാലോ. ഇതൊന്നും വേണ്ടാട്ട് നസി. ഇതാത്ത എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കാര്യമൊന്നും ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞിട്ടേ ഞങ്ങളുടെ കല്യാണം നടത്തി തരുമോ? ഞാനാ? എനിക്കും ഉമ്മാനെ പേടിയാണ്. ഞാൻ പറയില്ല, അല്ലെങ്കിൽ തന്നെ ഉമ്മാക്ക് എന്നെ കൊണ്ട് ദേഷ്യമാണ്. ഇനിയിപ്പോ ഇതും കൂടി പറയാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ ഉമ്മാന്റെ സ്വഭാവം എനിക്കറിയാലോ. എന്നെ കൊണ്ടാവില്ലാട്ടോ നേസി ഇനി പറയാന്. എനിക്ക് ഉമ്മാന്റെ അടുത്ത് പറയാൻ പേടിയാണ്. ഇത്താത്ത തന്നെ ഉമ്മാന്റെ അടുത്ത് ഒന്ന് സംസാരിക്കുവോ? ഞാൻ ഷെമരിക്കും തമ്മിൽ ഇഷ്ടത്തിലായിട്ട് 4 വർഷമായി. ഞാൻ ഇതെങ്ങനെ പറയാൻ വന്നിട്ടിരിക്കുകയായിരുന്നു. ഇത്താത്ത തന്നെ ഒന്ന് പറയുമോ? എന്നിട്ട് ഞങ്ങളുടെ കല്യാണം ഒന്ന് നടത്തി തരുമോ? ശരി, ഞാനൊന്ന് നോക്കട്ടെ. ഞായറാഴ്ച എന്നെസിന് പെണ്ണ് കാണാൻ വരുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഇതൊന്നും നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. നല്ല ആലോചനയാണെന്നാ കേട്ടത്. നീ ഒരു കാര്യം ചെയ്യും, വാറാമ്പലയൊക്കെ തട്ടിയിട്ടേ വീടും കൂടിയൊക്കെ ഒന്ന് നന്നായി വൃത്തിയാക്ക്. അവിടെ മുറ്റത്ത് പുല്ലുണ്ടെങ്കിൽ അതൊക്കെ ചെത്തി ഒന്ന് വൃത്തിയാക്കിട്ടാ. ഇനിയിപ്പോ അത് കണ്ടിട്ട് അവർ കുറ്റം പറയാൻ നിൽക്കണ്ട. ഉമ്മ ഒന്നും കൂടി ആലോചിച്ചിട്ട് നമുക്ക് അവനെ കൊണ്ട് വരാൻ പറഞ്ഞാൽ പറയാം. നെസിന്റെ ഇഷ്ടം കൂടി ഒന്ന് നോക്കണ്ടേ? അവൾക്ക് ഇഷ്ടപ്പെടാണ്ട് എന്താണ്? അവൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇനി ഒന്നും ആലോചിക്കാനില്ല. 70 പവൻ കൊടുക്കുക, അങ്ങോട്ട് കെട്ടിക്കുക, അത്ര തന്നെ. ഉമ്മ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണ്? വേഗം പറ, എനിക്ക് വേറെ പണിയുണ്ട്. ഉമ്മ, നസിക്ക് ഒരാളിനെ ഇഷ്ടമാണ് അത്രേ. അപ്പൊ ഇഷ്ടമുള്ള ആളിനെ കല്യാണം കഴിച്ചു കൊടുക്കണതല്ലേ നല്ലത്. അല്ലാണ്ട് പഠിച്ചോനെ, എന്താ ഈ കേൾക്കണത്? അവളുടെ ഒരു പ്രേമം മണ്ണാൻ കട്ടി അവളെ ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. എന്താ അമ്മ അങ്ങനെ വിവരമില്ലാത്ത പോലെ? ഉമ്മ വെറുതെ ചെത്തുണ്ടാക്കി സംസാരിക്കണ്ട. അപ്പുറത്തുള്ള ഐഷത്താത്തൊക്കെ കേൾക്കും. പിന്നെ ഇവിടെ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കും. പിന്നെ നാട്ടിലെല്ലാവരും അറിയും. വെറുതെ ഉമ്മ മുണ്ടാണ്ടിരിക്കും. പിന്നെ എല്ലാവരുടെ മുണ്ടാണ്ടിരിക്കാനാ? ഉമ്മ സമാധാനത്തിൽ കാര്യങ്ങൾ പറയും, അവർക്ക് മനസ്സിലാവും. അവിടെ നിൽക്കണ്ട കേട്ടിട്ട്. ഇതാ നോക്ക്, ഞാൻ മര്യാദയ്ക്ക് പറയണേ. നിന്റെ പ്രേമം മണ്ണാങ്കട്ടി മാറ്റി വെച്ചിട്ട് ഞാൻ പറയുന്ന ചെക്കനെ തന്നെ കെട്ടിക്കോ. മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് മക്കൾ നന്നായി ജീവിക്കുന്നത് കാണാനാണ്. എന്താണ്ടി ആ ചെക്കനിക്ക് കുറവ്? നല്ല പൈസയുണ്ട്, ജോലിയുണ്ട്, പിന്നെ എന്താണ്ടി? എനിക്ക് പറ്റില്ല അമ്മ പറയുന്ന ചെക്കനെ കെട്ടാൻ. ഞാൻ ഷെമീർക്ക് ഇഷ്ടത്തിലായിട്ട് 4 വർഷമായി. ഞാൻ ഷെമീർക്കാനെ തന്നെ കെട്ടുവോ? എന്ത് പറ്റില്ല എന്നാ? മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞു കേട്ടോ. ഈ പെണ്ണിന്റെ മുമ്പിൽ എന്നെ നാണം കെടുത്താണ് നീ. ഉമ്മ എന്താ ഈ പറയണത്? ഞാനും ഈ വീട്ടിലത്തെ ഒരാളല്ലേ. ഈ വീട്ടിലത്തെ കാര്യങ്ങൾ എന്നെയും കൂടി ബാധിക്കുന്നതല്ലേ. ഞാൻ അറിഞ്ഞു വെച്ചിട്ട് എന്താണ്? ഉമ്മ എന്നെ ഒരു അന്യനെ പോലെ കാണുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉമ്മക്ക് തോന്നുന്നത്. ഉമ്മ ഇത്രയും സ്വത്തും മുതലും കൊടുത്ത് കല്യാണം കഴിച്ചു കൊടുക്കണതിനെക്കാട്ടി നല്ലതേ അവൾക്ക് ഇഷ്ടമുള്ള ഒരു ചെക്കനെ കൊണ്ട് കല്യാണം കഴിച്ചു കൊടുക്കണതല്ലേ നല്ലത്. എന്നാലല്ലേ അവളും സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് നിന്റെ ഉദ്ദേശം അല്ലേ? ഈ കല്യാണം അങ്ങനെ നടന്നു കഴിഞ്ഞാൽ 70 പവൻ കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞിട്ട്, അപ്പൊ കെട്ടിയതിന്റെ പൈസ പോകുമല്ലോ എന്ന് പറഞ്ഞിട്ട് അല്ലേ? എനിക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. അല്ലാണ്ട് നീ എന്തിനാ അവൾക്ക് കൂട്ടു നിൽക്കണ കാര്യം? ഉമ്മ എന്താ അമ്മ പറയണത്? 70 പവനും ഇതും തമ്മിൽ എന്താ ബന്ധം? ഈ ഉമ്മക്ക് എന്താണ്? ഉമ്മക്കിപ്പോ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലാവില്ല. അല്ലെങ്കിലും ഉമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ക്ഷമിക്കാനേ കിട്ടുമോ? നിന്റെ വാപ്പ ഒരാളുണ്ടല്ലോ. നിക്ക്, ഞാൻ നിന്റെ വാപ്പാന്റെ അടുത്ത് സംസാരിക്കട്ടെ. നോക്കി, കേട്ടില്ലേ നിങ്ങളുടെ പവർ പറയുന്നത്? അവൾക്ക് ഏതോ ഒരു ചെക്കനെ പ്രേമമാണത്രേ. നിങ്ങളിങ്ങനെ വായിൽ പഴമ്പൊഴുകി പോലെ നിൽക്കാണ്ടേ വല്ലതും തൊള്ളതാണെന്ന് പറയും. എന്റെ സൈന, ഞാൻ എല്ലാം കേട്ടു. ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ ജീവിതകാലം മുഴുവൻ ജീവിക്കുന്നതിനെക്കാട്ടി നല്ലതല്ലേ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെക്കൻ്റെ കൂടെ ജീവിക്കുന്നത്. മുമ്പത്തെ പോലെയൊന്നുമല്ല ഇപ്പത്തെ കുട്ടികൾ. ഒരു ചായ കൊടുക്കുമ്പോഴത്തേനും അവനെ പോയി കെട്ടാൻ വേണ്ടിയിട്ട്. അവൾക്ക് ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ നടത്തി കൊടുക്കുക. നീയാണ് ജീവിക്കുന്നത്, അവളല്ലേ. അപ്പൊ നിങ്ങൾ അവളുടെ കൂടെ കൂടിയാ? പണ്ട് കാലത്ത് എനിക്കും ഉണ്ടായിരുന്ന ഒരു ഇഷ്ടം. വീട്ടുകാരന്റെ നിർബന്ധ പ്രകാരം ഞാൻ നിന്നെ കെട്ടി. എന്നിട്ട് എന്തായി? സമാധാനം ഉണ്ടാ? അപ്പൊ നിനക്ക് എന്താ സമാധാനത്തിൽ കുറവ്? ആകില്ലാത്തത് അതാണ്. നീ ബേജാറാണ്ട് മോളെ, ഞാൻ അവന്റെ വീട്ടിൽ പോയിട്ടേ കാര്യങ്ങൾ സംസാരിക്കാം. നിങ്ങൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഷാൻ ഇതിനൊന്നും സമ്മതിക്കില്ല. അവനക്കൊരു നിലയും വിലയൊക്കില്ലേ? അവൻ ഗൾഫിലല്ലേ? അവൻ വിളിക്കട്ടെ ഫോൺ, എന്നിട്ട് ഞാൻ അവനോട് സംസാരിക്കട്ടെ. അവൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യാൻ പറയുള്ളൂ. എന്നിട്ട് അന്വേഷിക്കലും പിടിക്കലൊക്കെ മതി. ഇപ്പൊ ഇക്കാര്യത്തെ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം. ഞാൻ ഇക്കാക്ക് വിളിക്കുമ്പോ പറയാം. എന്താ അവൻ വിളിക്കാത്തത്? ഈ നേരമൊക്കെ ആവുമ്പത്തിനും വിളിക്കുന്നതാണല്ലോ. നീ
സമയം നോക്ക്. ഉമ്മ സമയം ആവണേ ഉള്ളൂ. ഇപ്പൊ വിളിക്കുമ്മ. അതാ വിളിക്കുന്നുണ്ട്. ഷാനു, നീ അറിഞ്ഞടാ അവിടുത്തെ കാര്യങ്ങളൊക്കെ. നിന്റെ പെങ്ങൾ ഏതോ ഒരുത്തനായിട്ട് പ്രേമമാണത്രേ. അവനെ തന്നെ കെട്ടുള്ളൂ കൊണ്ട് വാശി പിടിച്ച് നിൽക്കുകയാണ്. നമ്മളാലോചിച്ച് കല്യാണം അവൾക്ക് വേണ്ടാത്രേ. 70 പവനും കൊടുത്തിട്ട് നല്ല ഗവൺമെന്റ് ജോലിയുള്ള ചെക്കൻ അവൾക്ക് വേണ്ടാന്ന്. അവൾക്ക് ആ പ്രേമിച്ച ചെക്കൻ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് നിൽക്കണടാ. എനിക്കറിയാം എനിക്ക് ഇതൊന്നും ഇഷ്ടമാവില്ല എന്നുള്ളത്. ഞാൻ പറയുകയും ചെയ്തു അതിന്റെ അടുത്ത്. അവൾക്ക് ഇഷ്ടം അതാണെന്ന് വെച്ചാൽ പിന്നെ അത് നടത്തി കൊടുക്കുകയുമാ. ഇഷ്ടമുള്ളവർ തമ്മിൽ ജീവിച്ചാലല്ലേ സമാധാനം ഉണ്ടാവുള്ളൂ. നാളെ മേലാൾക്ക് നമ്മൾ നിർബന്ധിച്ച് വേറൊരു കല്യാണം കഴിച്ചു കൊടുത്ത് നാളെ മേലാൾക്ക് എന്തെങ്കിലും ഒന്ന് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതും നമ്മൾ തന്നെ കാണണ്ടേ. ഇതാകുമ്പോ അവൾക്ക് ഇഷ്ടമുള്ള ഒരാളാണല്ലോ, കുഴപ്പമില്ലല്ലോ. നസിക്ക് ഫോൺ കൊടുക്കുകയും ഞാൻ അവളെ കൊണ്ട് സംസാരിക്കട്ടെ. നസി, അവനിക്ക് എന്താ പണി? ഒരു മൊബൈൽ ഷോപ്പ് ഉണ്ട്. ഷമീർക്കും വാപ്പയും കൂടി ഒപ്പം നടത്തുന്നതാണ്. എന്നെ നന്നായി നോക്കുവോ? ഇപ്പത്തെ ആൾക്കാരിനെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല, അതാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട്, എന്നെ നന്നായി നോക്കും. ശരി, വാപ്പ പോയിട്ടെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വരട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. ഇത്താത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്റെ അടുത്ത്. സബിക്ക് ഫോൺ. ശരി താത്ത. ഹലോ, നിങ്ങളൊക്കെ സുഖമല്ലേ? ഇപ്പോഴാണ് ഒന്ന് സമാധാനമായത്. എവിടെ നിന്ന് കൊടുക്കും 70 പവൻ പറഞ്ഞിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ സത്യങ്ങളും ഉമ്മാന്റെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചിട്ട് ഫോൺ ചെയ്തതാണ്. എന്തായാലും അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഉമ്മാക്ക് ഈ കല്യാണത്തിനോട് സമ്മതമൊന്നുമില്ല. നിങ്ങൾ എന്തായാലും ഇതിനെതിരെ നിൽക്കുന്നായിരുന്നു ഉമ്മാൻ്റെ വിചാരം ഉണ്ടായിരുന്നത്. ഉമ്മാക്ക് ഏറ്റവും വിഷമം വില്ലേജ് ഓഫീസിൽ ജോലിയുള്ള ആ ചെക്കനെ ഒഴിവാക്കിയതാണ്. ഈ ചെക്കന് പിന്നെ കടയാണല്ലോ. ജോലി ഉള്ളതൊക്കെ ശരി തന്നെ, എന്നാലും 70 പവൻ എവിടെ നിന്ന് കൊടുക്കും പറഞ്ഞിട്ടാണ് ഉമ്മാന്റെ വിചാരം ഉണ്ടായിരുന്നത്. അത് മാത്രം മതിയാ, ബാക്കി ചെലവുകളും കാര്യങ്ങളൊക്കെയോ? ഇപ്പൊ ഈ കല്യാണത്തിന് വേണ്ട ഒരുപാട് പൈസയും സ്വർണങ്ങളും ഒക്കെ. ഇനി സ്വർണത്തിനൊക്കെ എന്ത് ചെയ്യും? അല്ലേ, ഈ സ്വർണം കൊടുക്കുന്നത് കൊണ്ട് മാത്രമാവില്ലല്ലോ. നമ്മൾക്ക് അവിടെ പോയി കഴിഞ്ഞാലും സന്തോഷം വേണ്ടേ ജീവിതത്തില്? അത് വിചാരിച്ചിട്ട് തന്നെ അവൾക്ക് ഇഷ്ടമുള്ള കല്യാണത്തിന് ഞാനും സമ്മതിച്ചത്. ശരി, ഞാൻ വിളിക്കട്ടാ. ഹലോ ഷമീർക്ക, ഞാനിവിടെ വീട്ടിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വാപ്പ അങ്ങോട്ട് വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിട്ട്. അതെ, വരുന്നുണ്ടാ? ശരി, നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർക്ക് സമ്മതം തന്നെയല്ലേ? ശരി, എപ്പോഴാ വരുന്നവര്? വരട്ടെ, ഞാൻ വീട്ടിൽ പറഞ്ഞു വെക്കാം. ശരി. ഓക്കെ. എന്തായാലും പോയ കാര്യം കണ്ട ചെക്കനെ സംസാരിച്ച നിങ്ങള്? കാണുകയും ചെയ്തു, സംസാരിക്കുകയും ചെയ്തു. നല്ല ചെക്കനാണ്, നല്ല കുടുംബവും. 2 മക്കളേ ഉള്ളൂ, ഒരാണും ഒരു പെണ്ണും. പെണ്ണ് ഇവന്റെ മൂത്തതാണ്. കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളുണ്ട്. അവർ വേറെ താമസിക്കുന്ന എറണാകുളത്ത്. പിന്നെ കമ്മുണ്ടാനും പറയാനൊക്കെ നല്ല ഡീസന്റ് ഫാമിലിയാണ്. എന്തായാലും എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. അവർ ഈ ഞായറാഴ്ച കുട്ടിനെ കാണാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നടത്താം. ഇവർക്ക് എത്രയാണ് സ്വർണം കൊടുക്കേണ്ടത്? എത്ര ചോദിക്കണം അവര്? സ്വർണത്തിന്റെയും മുതലിന്റെയും കാര്യം ഒന്നും അവർ സംസാരിച്ചിട്ടില്ല. നമ്മുടെ കുട്ടിക്ക് എന്താണ് കൊടുക്കാൻ താല്പര്യം അത് മാത്രം കൊടുത്താൽ മതി എന്നാണ് അവർ പറഞ്ഞത്. ഇനിയിപ്പൊ അവരെ വിളിച്ചിട്ട് എന്താ പറയാ? അവര് ഞായറാഴ്ച വരാന്ന് പറഞ്ഞിട്ട് നിൽക്കല്ലേ? അതിനെ കൊണ്ട് വിളിച്ച് കാര്യം പറഞ്ഞ പോരെ? മൊയ്തീൻഖാനെ വിളിച്ച് പറയാ. മൊയ്തീൻഖ, അവരെ കൊണ്ട് വരണ്ട പറയുന്നുണ്ടോ? അവൾക്ക് വേറൊരു ആലോചന ശരിയായിട്ട് വന്നിട്ടുണ്ട്. അത്രയ്ക്ക് സ്വർണവും കൊടുക്കണ്ടേ? പിന്നെ എന്തുകൊണ്ട് ഇതല്ലേ നല്ലത്. അപ്പൊ അവനെ കൊണ്ട് വിളിച്ച് പറയും കാര്യങ്ങൾ. ശരി. സൈന, നിന്റെ മകളുടെ കല്യാണമൊക്കെ അടുത്തെത്താറായില്ലോ. ഇനിയിപ്പൊ അധികം സമയമില്ലല്ലോ. ഡ്രസ്സും സ്വർണ്ണമൊക്കെ എടുക്കണ്ടേ? എപ്പോഴാ പോണ്? എടുക്കണം. ഇനിയും ഉണ്ടല്ലോ ഒരാഴ്ച സമയം. വില്ലേജ് ഓഫീസിലല്ലേ ചെക്കന് ജോലി? എന്തായാലും നല്ല ജോലി തന്നെ. അല്ല, അതല്ല, ആ ആലോചന വേണ്ട വെച്ചു. ഇത് വേറെ. അതല്ലേ, അപ്പൊ അത് ഒഴിവായ? അവിടെ സെൽമയൊക്കെ പറയുന്ന കേട്ടു അയൽക്കൂട്ടത്തിൽ പോയപ്പോ വില്ലേജ് ഓഫീസിലാണ് ചെക്കനിക്ക് ജോലി എന്നൊക്കെ. അത് വേണ്ടാന്ന് വെച്ചു. ഇത് വേറെ ചെക്കനാണ്. എന്തൊക്കെ അറിയണം ആൾക്കാർക്ക്. നാട്ടിലത്തെ കാര്യങ്ങൾ മൊത്തം അറിയണം. ഓരോരുത്തർക്കും അവരവരുടെ വീട്ടിലെ ജോലി ഉണ്ടല്ലോ, അത് നോക്കിയാൽ പോരെ. ആരാൻ്റെ വീട്ടിലത്തെ കാര്യങ്ങളും കൂടി അറിയണം. ഞാനാണെങ്കിൽ എല്ലാവരുടെ അടുത്തും പറഞ്ഞും പോയി പണ്ടാരം. അപ്പൊ ഇപ്പൊ കല്യാണം കഴിക്കാൻ പോണ ചെക്കനിക്ക് എന്താ പണി? മൊബൈൽ കടയാണ്.
മൊബൈൽ കടയില്ല, അതിലും വേറെ ആ വില്ലേജ് ഓഫീസത്തെ ആ ചെക്കൻ തന്നെ മതിയായിരുന്നു. അതാവുമ്പോ ഗവൺമെന്റ് ജോലി ഉണ്ടല്ലോ, സ്ഥിര വരുമാനം ഉണ്ടല്ലോ. ഇതിപ്പോ അതല്ലല്ലോ, കച്ചവടം ഉണ്ടെങ്കിൽ തന്നെയല്ലേ ഉള്ളൂ. 70 പവൻ കൊടുക്കണ്ടേ? ജോലിയുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഇപ്പത്തെ ചെക്കൻ ശ്രീധരൻ ഒന്നും ചോദിച്ചില്ലേ? കുട്ടിക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് ഇട്ടാൽ മതി എന്നാണ് അവര് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനെക്കാട്ടി നല്ലതല്ലേ ഈ ആലോചന വിചാരിച്ചു, അത്ര തന്നെ. എന്നാലും എന്താ മുമ്പത്തെ കല്യാണം വേണ്ട വെച്ചത്? നല്ല ചക്കനും കുടുംബവും ഒക്കെ ആയിരുന്നു എന്നൊക്കെ പറയുന്ന കേട്ടല്ലോ സൽമ. എനിക്ക് എല്ലാം അറിയണം, എനിക്ക് പോയിട്ട് പണിയുണ്ട്. ബാക്കി കാര്യങ്ങൾ വേണമെങ്കിൽ സൽമാന്റെ അടുത്ത് ചോദിക്കും. സൽമയല്ലേ എനിക്ക് പറഞ്ഞു തന്നത്. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അറിയണം, വേറെ പണിയില്ല. വീഡിയോയുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.